എടി, നിന്റെ മോളും നീയും ചേർന്ന് ഇത്രയും കാലം എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? നളിനാക്ഷി മുറിയിലേക്ക് വന്നതും കുമാരൻ തമ്പി മുന്നോട്ട് കുതിച്ച് ഒറ്റയടി. എൻ്റെ അയ്യോ! അടിയേറ്റ് വട്ടം കറങ്ങിയ അവർ തറയിൽ ചുരുണ്ടു വീണു. ആ മുറിയും മുന്നിൽ നിൽക്കുന്ന കുമാരൻ തമ്പിയുമെല്ലാം തൻ്റെ മുന്നിൽ വട്ടം കറങ്ങുന്നത് പോലെ തോന്നി അവർക്ക്. കൊല്ലരുതേ! കുമാരൻ തമ്പി കാലുയർത്തി അവരെ ചവിട്ടി. എന്നെ കൊല്ലിക്കാനല്ലായിരുന്നോടി നിന്റെ ഉദ്ദേശം? സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആരോ അങ്ങയെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ് ഇതൊക്കെ. പുതിയ മരുമകൻ്റെ ബലത്തിലാവും നീ ഇപ്പോൾ അല്ലേടി? നാളെ കഴിഞ്ഞാൽ അവനും സൂര്യോദയം കാണാൻ പോകുന്നില്ല, നീ നോക്കിക്കോ. നളിനാക്ഷിയുടെ ഇരു കവിളുകളിലും അയാൾ മാറി മാറി അടിച്ചു. പിന്നെ മുറിയിലേക്ക് തള്ളി വാതിലടച്ച് പുറത്തു നിന്നും പൂട്ടി. നളിനാക്ഷി തളർന്നു കിടന്നു. കുമാരൻ തമ്പി ടൊയോട്ട സ്റ്റാർട്ട് ചെയ്തു നേരെ CI ബെഞ്ചമിൻ്റെ അരികിലേക്ക് പോയി. നളിനാക്ഷി ഓർത്തു, ഓരോ ദുരന്തങ്ങളും താൻ വരുത്തി വെച്ചതാണ്. നേരത്തെ തന്നെ ആരോഗ്യഹീനനായിരുന്ന ഭർത്താവിനെ കൊണ്ട് തൃപ്തി വരാതിരുന്ന താൻ ആരോഗ്യവും സൗന്ദര്യവും ഒത്തിണങ്ങിയ ചെറുപ്പക്കാരനായ ഡ്രൈവറെ മോഹിച്ചു പോയി. ഇതുതന്നെ മനസ്സിൽ പേറി നടന്നിരുന്ന ഡ്രൈവറുടെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ ഭർത്താവില്ലാതിരുന്ന അവസരങ്ങളിൽ അയാൾക്ക് വേണ്ടി വാതിൽ പലതവണ തുറന്നടഞ്ഞു. ഈ മഹാപാതകത്തിന് താൻ കൊടുക്കേണ്ടി വന്ന വിലയോ? തന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താവിൻ്റെ ജീവൻ. എന്നാലും കുമാരൻ തമ്പി ഈ പാതകം ചെയ്യുമെന്ന് ആരറിഞ്ഞു? കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വയ്ക്കുക, എന്നിട്ട് അസുഖമാണെന്ന് ഭാവിച്ച് കിടക്കുക. അദ്ദേഹം തനിയെ കാർ ഡ്രൈവ് ചെയ്തു പോയി. ഒരു കൊടും വളവിൽ വെച്ച് ലോറിയുമായി കൂട്ടിയിടിച്ച് അഗാധമായ കൊക്കയിലേക്ക്. വയ്യ, ഒന്നും ഓർക്കാൻ വയ്യ. പക്ഷേ മനസ്സിൽ നിന്നും പറിച്ചു കളഞ്ഞാലും പോകാത്ത കുറേ ദൃശ്യങ്ങളുണ്ട്. കൊക്കയിൽ നിന്നും 3 നാൾ എടുത്ത മൃതദേഹം ഒടിഞ്ഞു നുറുങ്ങി ചീഞ്ഞു നാറി ചോരയും എറുമ്പും ഇടക്കലർന്ന്. നെഞ്ചു പൊടിയുന്നത് പോലെ തോന്നി നളിനാക്ഷിക്ക്. തറയിൽ വീണ് അവർ പുഴുവിനെ പോലെ പുളഞ്ഞു. വായിൽ നിന്ന് കൊഴുത്ത ചോര പുറത്തേക്ക് ഒഴുകി. രാത്രിയിൽ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായേക്കുമെന്ന് SI സാം ആകാശിനെ ഫോണിൽ വിളിച്ചറിയിച്ചു. കാരണം ഇൻസ്പെക്ടർ ബെഞ്ചമിൻ ഹോസ്പിറ്റലിലെത്തി വിവരങ്ങൾ മനസ്സിലാക്കിയ വിവരം സാം അറിഞ്ഞിരുന്നു. ആകാശ് കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. ഓർമ്മ അവൻ്റെ അടുത്തെത്തി. ചിലരൊക്കെ സ്വന്തം തന്ത അല്ലാത്തവനെയൊക്കെ തന്തയെന്ന് വിളിച്ചതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് മറ്റുള്ളവർ കൂടിയാണെന്ന് ഓർക്കണം. എന്നിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ഓർമ്മ മിണ്ടാതെ തലകുനിച്ചു നിന്നു. അയാളെ തല്ലിച്ചത് ആരാണെന്നൊക്കെ ആ ചെകുത്താൻ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് സാം ഫോണിൽ പറഞ്ഞത്. ഇനി ഇതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും എന്നെ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. ഓർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ആ മനുഷ്യൻ വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എൻ്റെ മമ്മി ഉണ്ടാവില്ല. അവരെ അയാൾ കൊല്ലും. എന്നോടുള്ള ദേഷ്യം മമ്മിയോട് കാട്ടാതെ എങ്ങനെയും അവരെ രക്ഷിക്കണം. അവൻ അത് അവഗണിച്ച് കളഞ്ഞു. പ്ലീസ് ആകാശണ്ണ, അവൾ അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി. വിടടി, തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അവൾ പിടിവിട്ടു. അല്ലെങ്കിൽ മറ്റൊരു ഉപകാരം ചെയ്യൂ, എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകൂ. ഞാനും മമ്മിയും കൂടി എവിടെയെങ്കിലും പോയിക്കൊള്ളാം. ഇനി നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. നീ അങ്ങനെയങ്ങ് പോയാൽ ശരിയാകില്ലടി. എൻ്റെ കൂടെ താമസിച്ച് നിനക്ക് കൊതി തീർന്നിട്ടില്ലല്ലോ. ശവത്തിൽ കുത്തരുത്. ശവമാകുവാൻ പോകുന്നതേ ഉള്ളല്ലോ നീയെ. ഓർമ്മ തളർന്നിരുന്നു. പ്രതാപ് വർമ്മ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിരുന്നു. എല്ലാവരും അത്താഴം കഴിച്ചതിന് ശേഷം കുറേ നേരം മേനകയ്ക്ക് വായന സ്ഥിരമാണ്. ആകാശ് എണീറ്റു. അപ്പോൾ സമയം 10 മണി. അവൻ റിസീവർ എടുത്തു. ചില നമ്പറുകൾ കറക്കി. കുറേ നേരം ബെല്ലടിച്ചിട്ടും റിസീവർ എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആകാശിൻ്റെ നെറ്റി ചുളിയുന്നത് ഓർമ്മ കണ്ടു. വീട്ടിലേക്കാണോ ഫോൺ ചെയ്തത്? അവൻ്റെ അടുത്തേക്ക് വേഗത്തിൽ വന്ന് ഉദ്യോഗത്തോടെ അവൾ തിരക്കി. അതിന് മറുപടി നൽകാതെ അവളെയൊന്ന് നോക്കിയിട്ട് അവൻ മറ്റൊരു നമ്പർ കറക്കി. അപ്പുറത്ത് റിസീവർ എടുത്തു. സാം, ഇത് ഞാനാണ് ആകാശ്. അവിടേക്ക് ഫോൺ ചെയ്തിട്ട് ആരും റിസീവർ എടുക്കുന്നില്ല. എൻ്റെ സംശയം ആ മനുഷ്യൻ ഓർമ്മയുടെ അമ്മയെ ഉപദ്രവിച്ചിരിക്കുമോ എന്നാണ്. അപ്പുറത്ത് എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മ വ്യക്തമായി കേട്ടില്ല. ഓക്കെ എന്ന് പറഞ്ഞ് ആകാശ് റിസീവർ വെച്ചു. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പോകാം, ഒരു കണ്ടീഷനിൽ. പറയൂ. എന്തിനും ഞാൻ ഒരുക്കമാണ്. നിൻ്റെ മമ്മിയെ എങ്ങനെയും ഞാൻ നിൻ്റെ മുന്നിൽ കൊണ്ടുവരാം. പക്ഷേ പിന്നീട് ഒരു നിമിഷവും എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല. എന്തു പറയുന്നു? ഒഴിഞ്ഞു പോകാമെന്ന് നേരത്തെ നീ പറഞ്ഞു കഴിഞ്ഞല്ലോ. പൊട്ടിക്കരഞ്ഞു പോയി ഓർമ്മ. എന്നിട്ടും വിക്കി വിക്കി അവൾ പറഞ്ഞു. പറയുന്നതെന്തും അനുസരിക്കാമെന്ന് വാക്ക് തന്നവളാണ് ഞാൻ. ഇതും സമ്മതിച്ചിരിക്കുന്നു. ആകാശ് പെട്ടെന്ന് വേഷം മാറി. ഒരു കത്തിയെടുത്ത് സോക്സിൽ തിരുകി. സൈക്കിൾ ചെയിൻ കഴുത്തിൽ മാല പോലെ തൂക്കി. കൈ ഉറകളിലിട്ടു. ബൈക്കിൻ്റെ താക്കോലുമായി താഴേക്ക്. ഞാൻ കൂടി വരാം. ഓർമ്മ പിന്നാലെ വന്നു.
വേണ്ട. കനത്ത മറുപടി. സൂക്ഷിക്കണേ. അവളുടെ മുന്നറിയിപ്പ്. കനപ്പിച്ചൊന്ന് നോക്കിയിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ആകാശ് വെടിയുണ്ട പോലെ ഇരുളിൽ മറഞ്ഞു.